ഹലോ. അപ്പോൾ നമ്മുടെ ചെറിയൊരു യൂട്യൂബ് ചാനലാണ് അതിഥി കണ്ണൻ വ്ളോഗ്സ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മൾ ഇട്ടാണത് കേട്ടോ. അപ്പോൾ അതിൽ അതിഥി എന്ന് പറയുന്നത് എൻ്റെ മോളാണ്, അതേപോലെ തന്നെ കണ്ണൻ എന്ന് പറയുന്നത് എൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഉണ്ണികളുടെ പേര് വെച്ചിട്ടാണ് നമ്മളത് ചാനൽ തുടങ്ങിയത്. എൻ്റെ പേര് വന്നിട്ട് അപർണ എന്നാണ്. എനിക്ക് 3 മക്കളായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മൂത്ത കുട്ടിയുടെ പേര് അതിഥി, രണ്ടാമത്തെ മോൻ്റെ പേര് അഥർവ് എന്നാണ്. വീട്ടിൽ വിളിക്കുന്ന പേരാണ് കണ്ണൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഉണ്ണിയുടെ പേര് അർശിവ് എന്നാണ്. ശിവ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഫാമിലിയാണ്. അപ്പോൾ നമ്മുടെ ചെറിയ യൂട്യൂബ് ചാനൽ നമുക്ക് വലിയൊരു ഫാമിലി ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ സപ്പോർട്ട് വേണം കേട്ടോ. പിന്നെ ഇപ്പം നിലവിൽ നമുക്കൊരു 200 സബ്സ്ക്രൈബർ എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു സബ്സ്ക്രൈബറാണ്. കാരണം 1-2 സബ്സ്ക്രൈബർ ഉള്ളിടത്തു നിന്ന് 200 സബ്സ്ക്രൈബർ വരെ എത്താനുള്ളത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ അറിയുന്ന ആൾക്കാരുകൾ ഉണ്ടായിരിക്കാം അതിൻ്റെ ഉള്ളിൽ, പിന്നെ അതേപോലെ തന്നെ അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ. നമ്മളധികം വലിയ ഷോർട്സ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ചെറിയ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നില്ല കേട്ടോ. ചെറിയ കുക്കിംഗ് ആണെങ്കിലും പിന്നെ അങ്ങനത്തെ കുഞ്ഞ് സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഇടുന്നത്. പിന്നെ എന്നോട് 100 സബ്സ്ക്രൈബറായപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടികൾ വന്ന് ചോദിക്കുന്നത്, ചേച്ചി ഗിവ് അവേ വെക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഗിവ് അവേ വെക്കാനുള്ളൊരു ഇതില്ലല്ലോ. അപ്പം നമ്മളിപ്പോൾ 200 സബ്സ്ക്രൈബറായ സ്ഥിതിക്ക് നമ്മളൊരു ഗിവ് അവേ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ 1000 അങ്ങനെ ഒന്നാക്കിയിട്ട് നമ്മൾ നോക്കണമെന്നല്ല, സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും കൂടിയിട്ട് നമ്മളൊരു കുഞ്ഞൊരു ഗിവ് അവേ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോസ് തുടർന്ന് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോസ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. ടാറ്റാ.